ഇതാണ് ഫ്രാങ്ക്ലിൻ്റെ വീട്. ഈ വീട് നമുക്ക് ലെസ്റ്ററാണ് തന്നത്. ഇതിനു മുൻപ് ഫ്രാങ്ക്ലിൻ ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസിച്ചത്. അതിനുശേഷമാണ് ലെസ്റ്റർ നമുക്ക് ഈ വീട് ഗിഫ്റ്റായിട്ട് തന്നത്. ഇത് വലിയൊരു വീടാണ് കേട്ടോ. നല്ലൊരു ലക്ഷറി മാൻഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട്, DJ പാർട്ടി നടത്താൻ വേണമെങ്കിൽ. പിന്നെ ഇവിടെ ഒരു ഡൈനിങ് റൂമുണ്ട്, ഒരു നല്ലൊരു ലക്ഷറി അടുക്കളയുണ്ട്. ഫ്രാങ്ക്ലിൻ പൊതുവെ ഭക്ഷണമൊന്നും ഉണ്ടാക്കാറില്ല, അത് വേറെ കാര്യം. പിന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 സ്വിമ്മിംഗ് പൂള് കാണാൻ പറ്റും. ഒരെണ്ണം എനിക്കും ഒരെണ്ണം പട്ടിക്കും. എനിക്ക് പിന്നെ സ്വന്തമായിട്ട് പട്ടിയുണ്ട്. ആ പട്ടിയുടെ പേരാണ് ചോപ്പ്. ചോപ്പിന് വരെ സ്വന്തമായിട്ട് സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതാണ് ചോപ്പ്. ആ മുമ്പിൽ കാണുന്നത് ചോപ്പിൻ്റെ പട്ടിക്കൂട. ഞാൻ പറയാൻ വന്നത്, ഈ വീട്ടിൽ കുറച്ച് റൂമുകളുണ്ട്. ഇവിടെ ഒരു റൂം കാണാൻ പറ്റും, അത് നമുക്ക് തുറക്കാൻ പറ്റില്ല. നമ്മളത് എത്ര ചവിട്ടി പൊളിച്ചാലും അത് തുറക്കില്ല. ഇതിൻ്റെ അകത്ത് എന്തുട്ടുള്ളത് എനിക്കറിയില്ല. ഇതേപോലെ തന്നെ കുറച്ച് റൂമുകൾ വീടിൻ്റെ അകത്തുണ്ട്. ഇവിടെ ഒരു റൂം കാണാൻ പറ്റും, ഇതും നമുക്ക് തുറക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെയും 2 റൂമുണ്ട്, അതൊന്നും നമുക്ക് തുറക്കാൻ പറ്റില്ല. ലെസ്റ്റർ അതൊക്കെ പൂട്ടിയിട്ട് പോയേക്കാ. എന്തിനാ പൂട്ടിയിട്ട് പോയെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവുന്ന എന്തെങ്കിലും സീക്രട്ട് ഉണ്ടാവും. അതുകൊണ്ടാവും ലെസ്റ്റർ പൂട്ടിയിട്ട് പോയേണ്ടാവുക. എന്തുട്ടായാലും നമുക്കത് കണ്ടുപിടിക്കാം. എനിക്ക് വേണമെങ്കിൽ ബോംബിട്ട് പൊട്ടിക്കാൻ പറ്റും, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ വീടും കൂടി പൊട്ടിത്തെറിച്ചാൽ പണിയാവും. എനിക്ക് ജസ്റ്റ് ഡോറ് മാത്രം പൊളിക്കണ്ടോ. നമുക്കെന്നൊരു കാര്യം ചെയ്യാം, ലെസ്റ്ററിൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. എന്നിട്ട് ലെസ്റ്ററിനോട് ചോദിച്ചു നോക്കാം എന്താണ് ആ റൂമിൻ്റെ അകത്ത് ഉള്ളതെന്ന്. എനിക്കും അറിയണമല്ലോ. ഇവിടെ പിന്നെ ഒരു ഡെഡ് ബോഡി കാണാൻ പറ്റും. ഒന്നുമില്ല, വെറുതെ എൻ്റെ അടുത്ത് ചൊറിയാൻ വന്നതാ. ഞാൻ 2 പൊട്ടിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ എന്തായാലും ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് എത്തിയേക്കാണ്. വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിടാം, ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചു മാറ്റും. നമ്മൾ ഈ വണ്ടി അടിച്ചു മാറ്റിയതാണ് ഒരു ഷോറൂമിൽ നിന്ന്, അത് വേറെ കാര്യം. എന്തെങ്കിലും ആവട്ടെ, നമുക്കിപ്പോൾ ഏതായാലും ലെസ്റ്ററിനോട് ചോദിച്ചു നോക്കാം ആ റൂമൊക്കെ എന്തിനാണ് ലോക്ക് ചെയ്തിട്ട്, എന്തുട്ടാണ് അതിൻ്റെ അകത്ത് ഉള്ളതെന്ന്. ഓക്കെ, ലെസ്റ്റർ ഇത് ഇവിടെ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്യുന്നുണ്ട്. ഹലോ ലെസ്റ്ററേ. ഫ്രാങ്ക്ലിന് നീയാ? എന്താ രാവിലെ തന്നെ? ഒന്നുമില്ല, വെറുതെ എന്താ? അങ്ങനെ വരാൻ വഴിയില്ല. ഇന്ന് വരിക്കും ഒരാൾ പോലും എൻ്റെ അടുത്തേക്ക് വെറുതെ വന്നിട്ടില്ല. ഫ്രാങ്ക്ലിൻ കാര്യം എന്താന്ന് പറ. ഒന്നുമില്ല. അത് പിന്നെ ലെസ്റ്റർ എന്നാൾ എനിക്ക് ഒരു വീട് തന്നില്ലേ, അതിൽ 2-3 റൂമുകൾ പൂട്ടിയിട്ടേക്കാ. എനിക്കത് തുറക്കാൻ പറ്റണില്ല. ആ റൂമുകൾ എന്തിനാ പൂട്ടിയിട്ടേക്കണ്? ആ റൂമുകൾ ഞാൻ പൂട്ടിയതൊന്നുമല്ല, അതങ്ങനെ തന്നെയായിരുന്നു. എനിക്കറിയില്ല എൻ്റെ അകത്ത് എന്തുട്ടുള്ളതെന്ന്. എൻ്റെ കയ്യിൽ ആ റൂമിൻ്റെ താക്കോല് പോലില്ല. അങ്ങനെയാണോ? എന്നാൽ പിന്നെ ഓക്കെ, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. അപ്പോൾ ശരി. ഓക്കെ, ഇവിടെ ഞാൻ ലെസ്റ്ററിൻ്റെ അടുത്ത് സംസാരിച്ചു. ലെസ്റ്റർ പറയണത് ലെസ്റ്ററിനെ അറിയില്ല എന്നാ ആ റൂമിൻ്റെ അകത്ത് എന്തുട്ടുള്ളതെന്ന്. എനിക്ക് തോന്നണത് ലെസ്റ്റർ കള്ളം പറയണതാന്നാ. അതിൻ്റെ അകത്ത് എന്തുട്ടെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊന്ന് എങ്ങനെയെങ്കിലും തുറന്നേ പറ്റൂ. ഒരു മിനിറ്റ്, ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഉണ്ട്, നമുക്ക് അവരോട് സഹായം ചോദിച്ചാലോ? എന്നെക്കൊണ്ട് ഇപ്പോൾ എന്തായാലും ആ ഡോർ തുറക്കാൻ പറ്റണില്ല. നമുക്ക് ഇവരോട് ഒന്ന് ചോദിച്ചു നോക്കാം. ഇവർ എന്തെങ്കിലും ടൂൾസൊക്കെ വെച്ചിട്ട് ആ ഡോർ തുറന്നോളൂ. ഹലോ ചേട്ടാ. ആരത്? ചേട്ടാ, അതെ, എനിക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റുമോ? ചെയ്തു തരാമല്ലോ. അല്ല, നീ ആരാ? ഇവിടെ മുൻപ് കണ്ടിട്ടൊന്നുമില്ലല്ലോ. എൻ്റെ പേര് ഫ്രാങ്ക്ലിന്നാ. ചേട്ടന് ലെസ്റ്ററിനെ അറിയോ? ലെസ്റ്ററിൻ്റെ കൂട്ടുകാരനാ. ലെസ്റ്ററിനെ എനിക്കറിയാം. അല്ല, എന്ത് സഹായം ചെയ്യണ്ടേ? അത് പിന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് റൂമുണ്ട്. ആ റൂമുകളുടെ ഡോറാണെങ്കിൽ തുറക്കാൻ പറ്റണില്ല. അതിൻ്റെ താക്കോല് എൻ്റെ അടുത്തില്ല, എൻ്റെ അടുത്തുമില്ല, ലെസ്റ്ററിൻ്റെ കയ്യിലും ഇല്ല. ആ ഡോറ് എങ്ങനെയെങ്കിലും തുറക്കണം. അതിപ്പോൾ ചവിട്ടി പൊളിച്ചാൽ പോരെ? എന്നെ കൊണ്ടത് ചവിട്ടി പൊളിക്കാൻ പറ്റണില്ല, അതുകൊണ്ടാണ് ചേട്ടനെ വിളിക്കണേ. അതിപ്പോൾ ഡോറ് മൊത്തം ചവിട്ടി പൊളിക്കേണ്ട ആവശ്യമില്ല. ആ ലോക്കില്ലേ, അത് മാത്രം ജസ്റ്റ് ഒന്ന് പൊളിച്ചാൽ മതി. എന്നാൽ പിന്നെ ലോക്ക് പിക്ക് വെച്ച് തുറന്നാൽ പോരെ, കാര്യം കഴിഞ്ഞില്ലേ? എനിക്ക് ലോക്ക് പിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. അത് ശരി. എവിടെ നിൻ്റെ വീട്? ഞാൻ വരാം. എൻ്റെ വീട് കുറച്ച് ദൂരമുണ്ട്. ചേട്ടൻ എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മതി, ഞാൻ വീട് വരെ ആക്കി തരാം. ഞാൻ ഇത് വരുന്നു. അല്ല, എനിക്കിതിന് പകരം എന്തുട്ടാ തരാ? ചേട്ടൻ എന്നിട്ട് വേണ്ടേ? എനിക്ക് $1 മില്യൺ മതി. $1 മില്യൺ മതിയാ? എന്നാ ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ ആ ചേട്ടനെ കൊണ്ട് വീട്ടിലേക്ക് എത്തിയേക്കാണ്. നമുക്കിനി ഏതോ റൂമൊന്ന് കാണിച്ചു കൊടുക്കാം, അത് തുറന്നു തരുന്നാണ് പറഞ്ഞത്. ചേട്ടാ, അതെ, ഈ കാണുന്ന റൂമില്ലേ, ഇത് കുറേ ദിവസമായിട്ട് ലോക്കാ. എന്തുട്ടാ അതിൻ്റെ അകത്തുള്ളതെന്ന് എനിക്കറിയില്ല.
അത് ആദ്യം ഓപ്പൺ ആക്കണം. പിന്നെ ഇവിടെയും 2 റൂമുണ്ട്, ഇതും കൂടിയും ഓപ്പൺ ആക്കണം. എനിക്കറിയണം ഇതിൻ്റെ അകത്ത് എന്തുട്ടുള്ളതെന്ന്. പിന്നെ ഇവിടെ പുറത്ത് ഒരു റൂമും കൂടി ഉണ്ട്, ഇതിൻ്റെ അകത്തും എന്തുട്ടുള്ളതെന്ന് എനിക്കറിയില്ല. എത്ര ചവിട്ടി പൊളിച്ചാലും അത് ഓപ്പൺ ആക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഞാൻ ഇവിടെ പിസ്റ്റൽ എടുത്തു, എന്നിട്ട് ആ ലോക്കുമ്പിളേക്ക് വെടിവെച്ചു. അപ്പോഴും നമുക്കിത് തുറക്കാൻ പറ്റില്ല. എന്തെങ്കിലും കാര്യമായിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ആ ഫ്രാങ്ക്ലിനെ, ഞാനൊന്ന് നോക്കി നോക്കട്ടെ. ചിലപ്പോൾ കുറച്ച് അധികം ടൈം എടുക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ചേട്ടൻ പതുക്കെ ടൈം എടുത്തിട്ട് ചെയ്താൽ മതി. ആ ഡോറുകൾ ഓപ്പൺ ആയാൽ മതി, എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ആ ഫ്രാങ്ക്ലിനെ, ഞാനൊന്ന് നോക്കി നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഇവിടെ ആ ചേട്ടൻ ഡോറ് തുറന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുട്ടായാലും കുറേ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. ആ പതുക്കെ ചെയ്താൽ മതി, എനിക്ക് ധൃതിയൊന്നുമില്ല. ഫ്രാങ്ക്ലിനെ, അതെ, ആ ഡോറൊക്കെ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കിയാ? ഞാൻ ചെന്ന് നോക്കി നോക്കട്ടെ. ഓക്കെ, ഇവിടെ ആ ചേട്ടൻ ഡോറൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മിക്കവാറും ലോക്ക് പിക്ക് വെച്ചിട്ടാവും തുറന്നുണ്ടാവുക. ഒരു മിനിറ്റ്, ഇതെന്തത്? ഈ റൂമിൻ്റെ അകത്ത് നിറച്ച് വെപ്പൺസ് ആണല്ലോ. എൻ്റെ മോനെ, മിനി ഗണ്ണ്, റോക്കറ്റ് ലോഞ്ചർ, അസോൾട്ട് റൈഫിള്, ഇവിടെ വലിയ വലിയ മിസൈൽ വരെ ഉണ്ട്. ഇതൊക്കെ മിക്കവാറും മിലിറ്ററി ബേസിൽ നിന്ന് അടിച്ചു മാറ്റിയതാവും. ലെസ്റ്റർ സീനാണ് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പുറത്തെ റൂമിൽ എന്താന്ന് നോക്കിയിട്ട് വരാം. അല്ല, ഇതെന്തത്? നിറച്ച് ഗോൾഡാണല്ലോ. എൻ്റെ പൊന്നെ, ലെസ്റ്ററിന് എന്നാലും ഇത്ര അധികം ഗോൾഡ് എവിടെ നിന്ന് കിട്ടിയേ? ലെസ്റ്റർ എന്നിട്ട് വിചാരിച്ചേ നമുക്ക് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാ. ബൈ ചാൻസ് വല്ല ഇൻകം ടാക്സ് റെയ്ഡ് വന്നു കഴിഞ്ഞാൽ പണിപ്പാളും. അന്നേരം ഞാൻ തന്നെ പെട്ടു പോവുക. ഇത്ര അധികം ഗോൾഡും വെച്ച് എനിക്ക് മൊത്തം ലോസ് ആൻഡോസ് മേടിക്കാൻ പറ്റും. ഓക്കെ, ഈ റൂമിൽ എന്തുട്ടുള്ള? ഇതെന്താ സംഭവം? എന്തിൻ്റെയോ സെർവർ റൂം പോലെ ഉണ്ട്. എന്തെങ്കിലും ആട്ടെ, എന്തുട്ടാന്ന് എനിക്കറിയില്ലത്. പിന്നെ പുറത്ത് ഒരു റൂമും കൂടി ഉണ്ടായിരുന്നില്ലേ? നമുക്ക് അതും കൂടി നോക്കിയിട്ട് വരാം. ഓക്കെ, ഇതാണ് ആ റൂം. അയ്യേ, ഇതിൻ്റെ അകത്ത് നിറച്ച് വേസ്റ്റ് ആണല്ലോ. ഇതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. അതെ ഫ്രാങ്ക്ലിനെ, ഞാനിപ്പോൾ ഒന്നുകൂടെ കണ്ട് ഒരു റൂമിൻ്റെ അകത്ത് നിറച്ച് സ്വർണ്ണ. അതെ, നിറച്ച് സ്വർണ്ണ, എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റണില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ $1 മില്യൺ ഞാൻ തരാം. എന്നിട്ട് $1 മില്യൺ? എനിക്ക് 50 മില്യൺ വേണം. 50 മില്യണാ? അതെവിടുത്തെ കണക്കാ? ചേട്ടനല്ലേ നേരത്തെ പറഞ്ഞ $1 മില്യൺ മതിയെന്ന്? നേരത്തെ ഞാൻ അങ്ങനെ പറഞ്ഞു. ഇപ്പം നിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സ്വർണ്ണം ഉണ്ടല്ലോ. താൻ മര്യാദയ്ക്ക് ഒരു $50 മില്യൺ അങ്ങ് എടുത്തേക്ക്, അല്ലെങ്കിൽ ഞാൻ ഇൻകം ടാക്സിനെയും പോലീസിനെയും വിളിച്ചറിയിക്കും. അയ്യോ ചേട്ടാ, അങ്ങനെ ചെയ്യല്ലേ, ചതിക്കല്ലേ. ഞാൻ $50 മില്യൺ ഇപ്പം തന്നെ തരാം. ചേട്ടൻ എൻ്റെ പിന്നാലെ ഒന്ന് വായോ. അല്ല, താനിപ്പോൾ എങ്ങോട്ടാ പോണേ? അത് പിന്നെ എൻ്റെ കയ്യിലുള്ളത് മൊത്തം ഗോൾഡ് അല്ലേ, ഞാൻ ക്യാഷ് ആയിട്ട് തരാം. അതിനെൻ്റെ കൂടെ വരാൻ പറഞ്ഞേ. ഞാൻ ദേ വരുന്നു. അല്ല, എവിടെ എൻ്റെ $50 മില്യൺ? ഇന്നാ പിടിച്ചോ. താനെന്താ എന്നെ കളിപ്പിക്കാണോ? ആദ്യം $1 മില്യൺ എന്ന് പറഞ്ഞു, എന്നിട്ട് പെട്ടെന്ന് $50 മില്യൺ ആക്കി. എനിക്കിപ്പോൾ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഗോൾഡ് ഇരിക്കുന്നുണ്ട്. പക്ഷെ കൊടുത്തിട്ടും ഇയാൾ പാര വെച്ച് കഴിഞ്ഞാൽ അന്നേരം നമുക്ക് തന്നെ പണി കിട്ടുക. ഇൻകം ടാക്സ് ഒന്നും നമ്മൾ പൊക്കും. അതുകൊണ്ട് ഞാൻ ഇയാളങ്ങ് അടിച്ചിട്ടു. അല്ല പിന്നെ